നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് റാഗി വെച്ച് കുറച്ച് വിഭവങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഉത്തമമായ ഭക്ഷണമാണ് റാഗി. ആദ്യം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റാഗി കൊണ്ടുള്ള ചപ്പാത്തിയാണ്. നല്ല ടേസ്റ്റായിട്ട് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണിത്. ഇതുപോലെയുള്ള ഒരുപാട് വിഭവങ്ങൾ റാഗി വെച്ച് തയ്യാറാക്കിയത് തുടർന്ന് നമ്മുടെ ചാനലിലുണ്ടാവും. നിങ്ങൾ മുടങ്ങാതെ കാണുക. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 2 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയ റാഗിപ്പൊടിയോ അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതോ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനാവശ്യമായ വെള്ളം എടുക്കുന്നതിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾ എത്രയും റാഗിയാണോ എടുക്കുന്നത് അത്രയും തന്നെ വെള്ളം, അതായത് ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ റാഗി അളന്നത് അതേ പാത്രത്തിൻ്റെ അളവിൽ തന്നെ വെള്ളവും എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഈ വെള്ളത്തിലേക്ക് ഒരു മീഡിയം രീതിയിലുള്ള സ്പൂണിന് 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ റാഗി കൊണ്ടുള്ള റെസിപ്പി ഒന്ന് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം നല്ല സോഫ്റ്റായിട്ട് തന്നെ അത് കിട്ടും. അതിനുവേണ്ടി ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് റാഗിപ്പൊടി കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം റാഗിപ്പൊടി ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആ വെള്ളത്തിലേക്ക് റാഗിപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു പരുവമല്ല. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരുവിധം നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പാകത്തിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്യുമല്ലോ അതേ രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് വെള്ളം തന്നെ ആയിരിക്കും നമ്മളിത് എടുക്കുന്നത്. അതുകൊണ്ട് പിന്നീട് ചേർക്കണം എന്നില്ല. എങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. കയ്യിലൊരല്പം എണ്ണ കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ ആ മാവൊന്നും കയ്യിൽ ഒട്ടുന്നതൊന്നും ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ റാഗി ചപ്പാത്തിക്ക് വേണ്ട മാവ് തയ്യാറായിട്ടുണ്ട്. ഇത് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് ചപ്പാത്തിയാക്കി എടുക്കാം. ചപ്പാത്തിക്ക് വേണ്ട ഉരുളകൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് റാഗിപ്പൊടിയോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കാം. ചിലപ്പോൾ റാഗിപ്പൊടി വെച്ച് പരത്തിയെടുക്കാൻ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. അങ്ങനെ തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഇത് മുക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഈ റാഗിയുടെ ചപ്പാത്തി ഒരിത്തിരി കനത്തിൽ പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരുപാടങ്ങ് നേർത്ത രീതിയിൽ കട്ടി കുറഞ്ഞ് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് കൈകൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കല്ലിലേക്ക് ചുട്ടെടുക്കാൻ വേണ്ടി നമ്മൾ കല്ലിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഇത് വേണമെങ്കിൽ മുറിഞ്ഞു പോകാം. അതുകൊണ്ട് കുറച്ചൊന്ന് കട്ടിയിൽ ഇത് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യത്തെ ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കല്ലിലേക്ക് ഇടാം. ഒരു മീഡിയം രീതിയിൽ തീ ഇട്ടതിന് ശേഷം കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എണ്ണ പുരട്ടാം. എണ്ണ പുരട്ടുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രം എണ്ണ പുരട്ടാം. അപ്പോൾ ഈ ഒരു കളറ് കാരണം ഈ റാഗി ചപ്പാത്തി നന്നായിട്ട് വെന്തോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇതേപോലെ ഒരു കളറ്, ഒരു ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ഒരിത്തിരി മുരിഞ്ഞ പോലുള്ള ഒരു കളർ അതിൻ്റെ പുറമേ വരും. ആ ഒരു സമയത്ത് ഇത് വെന്തെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ രുചികരമായിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള റാഗി ചപ്പാത്തി തയ്യാറായി കഴിഞ്ഞു. ഇത് തേങ്ങ അരച്ച കറികളോടൊപ്പമാണ് ഏറ്റവും നല്ലത്. കാരണം ആ റാഗിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി തേങ്ങ നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കറികൾ കൂട്ടി ഇത് കഴിക്കാം. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ റാഗിയുടെ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിത് ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.